അതെന്തോ സാറേ ഇതോ ഇത് ടച്ചിങ്സ് അച്ചാറ ആൽമാസ് കേവിയർ കേട്ടിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഫുഡാണ്, ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതായത് ഇത് ആൽബിനോ ഫിഷ് എന്ന് പറയും. ഈ കനേഡിയൻ ഗ്രീക്കിൽ മാത്രം മുട്ടയിടുന്ന 60 വയസ്സോളം പ്രായമുള്ള ആൽബിനോ ഫിഷിന്റെ മുട്ടകളാണ്. വെരി റയർ, കോസ്റ്റ്ലി. കേട്ടോ, എന്റെ അടപ്പ് തന്നെ നല്ല ഇരുന്ന് വീഡിയോ ഇരിക്കുന്ന 90 വർഷം പഴക്കമുള്ള അമ്മുമ്മ ഭരണിയിലിട്ടുണ്ടാക്കിയ നല്ല പുളിഞ്ചിക്ക അച്ചാർ. നിങ്ങൾക്ക് അതിനത് നല്ലത്, പക്ഷെ ഇതൊക്കെ കഴിക്കുമ്പോൾ ഇതാണ് വേണ്ടത്. ചെറിയ രീതിയിലൊക്കെ അതിൻ്റെ നാറ്റം തന്നെ നിങ്ങൾ എങ്ങനെ കഴിച്ച് സഹിക്കുമെന്ന് പറയും. ഹായ് രമേശ്, ഐ എം ഓൺ ദ വേ. ഓക്കെ ഞാൻ ചെക്ക് ചെയ്തു, ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ട്. ആ ഫസ്റ്റ് ഡോക്യുമെന്റ്സ് മാത്രം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ സംഘടിപ്പിച്ചു, കുഴപ്പമില്ല. ഓക്കെ ഐ വിൽ ഡു മൈ ബെസ്റ്റ്. ഓക്കെ ദ ഹോൾ തിങ്. യെസ് ഷാർട്ട് ടൈമിൽ അവിടെ ഉണ്ടാവണം കേട്ടോ, ഷാർട്ട് ടൈം. യെസ് യു വിൽ മീറ്റ്. സ്കൂളുകളിലേക്ക് വരുമ്പോഴാണ് ബുദ്ധിമുട്ടായി പോകുന്നത്, കാരണം നമുക്കൊരു സ്വാതന്ത്ര്യമായിട്ട് കഴിക്കാനും പറ്റത്തില്ല. കൊട്ടൂടി ഇച്ചിരി കൂടിപ്പോയി, ഭയങ്കര രസമാണ്. വെരി ഗുഡ്. That's very nice. It's very bad. Always I remember. Every time in my life I do it. Mail മാറിപ്പോയി. ആർക്കയച്ചു? കുഴപ്പമില്ല. This is Bambino. Are you permissible? Well done. Let's take once more. Okay. മിസ്റ്റർ പേര് പറഞ്ഞു അമ്പളിക്കുട്ടൻ. AC ആണ് ഭയങ്കര ചൂടല്ലേ? ചൂടാണ് ഇതൊക്കെ. ഈ കോട്ട് സൂട്ടൊക്കെ ഊരി കളഞ്ഞ ഈ സ്ഥാനത്തിന് അങ്ങനെ ഒരു വിഷയമാണ്. നമ്മൾ കുറച്ച് കൂടുതലായി കഴിഞ്ഞാൽ ഇത് സാധാരണ നോർമൽ അങ്ങനെ ഒരു വിഷയമില്ല, അങ്ങനെ ഉണ്ടാവാറില്ല. വെരി ഫസ്റ്റ് ടൈം ഇതിന്റെ തന്ന മിസ്റ്റർ രമേശ്. ഹായ് മിസ്റ്റർ രമേശ്, അത് നിങ്ങളുടെ ബ്ലേസ് ബ്ലാക്ക് കുറച്ച് മാറ്റമുണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം തരുന്നത് പോലെ അല്ലല്ലോ, കുറച്ച് മാറ്റമുണ്ട്. അത് ഒരു മാറി പോയിട്ടുണ്ട്. ഓക്കെ വെരി വെൽ. കഴിഞ്ഞ പ്രാവശ്യം കുറച്ചുകൂടി ഐ മീൻ യാത്രയല്ലേ? ഓക്കെ ഐ ക്യാൻ മാനേജ്. ഓക്കെ ഓ എൻ്റെ സുരേഷ് എല്ലാ പ്രാവശ്യവും കാനഡ യൂസ് എന്നൊക്കെ വരുന്ന സമയത്ത് തരുന്ന സാധനം നമുക്കത് കൊണ്ടുതരും, നമ്മളുമായിട്ടുള്ള ആ ഒരു ബന്ധം വെച്ചിട്ട്. അപ്പോൾ ഇത് ആ സമയത്ത് വിഷയമില്ല, ഞങ്ങൾ 7 ബഗ്ഗങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ കഴിക്കും, ഒരു വിത്തൗട്ട് എനി ഗ്യാപ്പ്. അപ്പോഴൊന്നും ഒരു വിഷയം. ഇപ്പൊ ഇത് എന്തോ നമ്മുടെ ഈ ട്രെയിൻ യാത്ര ആയതുകൊണ്ട് ടച്ചിങ്സ് കാൽവിനോ ഫിഷ് വെരി വെൽ ഡൺ. അങ്ങനല്ലേ ചാരുംപടിയല്ലേ ചാരു. ഇതാരുണ്ടാക്കുന്നെന്ന് പറഞ്ഞ അമ്മൂമ്മ പുള്ളിക്കാരിയൊന്ന് പരിചയപ്പെടണം കേട്ടോ. പുള്ളിക്കാരി ഞാൻ ഡൽഹിയിൽ കൊണ്ടുപോകും, ഞാൻ കേസ് വാദിക്കാനെ കാണിച്ചു കൊടുക്കും. അങ്ങനെ വല്ലാതെ ഭയങ്കര ചൂട് തന്നെയല്ലേ ഇവിടെ, രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കഷ്ടമെന്ന് നോക്കിയാണ്. ഇതിനോ ഞങ്ങൾ ഇതേപോലുള്ള പ്രൈവറ്റ് പ്രൈസുകളിലൊക്കെ ഞങ്ങൾ കൂട്ടുകാരായിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് അവിടെ ഞങ്ങൾ എൻജോയ് മൂഡാണ്. അവിടെ ഞങ്ങൾ പ്രൊഫഷണൽസ് നമ്മൾ സംസാരിക്കത്തില്ല, ഫുൾ എൻജോയ്മെന്റ്. പാട്ട് പാടും, ഡാൻസ് കളിക്കും, പല രീതിയിലുള്ള ഓരോരോ കാര്യങ്ങളാണ്. നമുക്കതിലെ ഒരു രസം ജീവിതത്തിൽ എപ്പോഴും കേട്ടില്ലല്ലോ. ഡാൻസ് ബാറിലൊക്കെ പോയിട്ടുണ്ടോ? ഡാൻസ് ടോപ്പിൽ പോയിട്ടില്ല? ഇടയ്ക്ക് പോകണം. ഡാൻസ് ടോപ്പിൽ കയറണം, അവിടെയുള്ള രസം എന്ന് പറഞ്ഞാൽ അതാണ്. ഭയങ്കര സഹിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും മുഖം തുടയ്ക്കാൻ ടിഷ്യൂ പേപ്പർ ഉള്ള ഇരിപ്പുണ്ടോ? ഇല്ല സാറേ, ടിഷ്യൂ പേപ്പർ ഇല്ലേ? അതിന്റെ ഇരിപ്പുണ്ടല്ലോ ടിഷ്യൂ പേപ്പർ. ഓക്കെ അയ്യോ തുടച്ചോ, പേപ്പർ തുടച്ചോ, അച്ഛൻ്റെ വീണ തുടച്ചോളാം. എന്ത് ചെയ്യുന്നടാ, ചൂട് സഹിക്കാൻ അസഹനീയമായ ചൂടാണ്. ചില നേരം ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാലേ വരത്തുള്ളൂ. ഐ ക്യാൻ മാനേജ് സംടൈംസ്. ചില നേരം പറ്റില്ല. മിസ്റ്റർ അമ്പളിക്കുട്ടൻ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങളുടെ വീട്ടിൽ?
എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അവിടെ ചെന്ന് നിങ്ങൾ എന്താണ് അവിടെ പരിപാടി, എന്താണ് സംഭവം? സാറേ രണ്ടെണ്ണം അടിച്ച ഒരു മൂടൊക്കെ വേണ്ടേ? സാറ് ഈ കാര്യം പറഞ്ഞോണ്ടിരിക്കാതെ ഒരു മൂട് വരട്ടെ. എന്തെന്നറിയാമോ, നമ്മൾ ഈ ഓഫീസിൽ രീതിയിലിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതൊന്നും വരത്തില്ല. അതുകൊണ്ട് നമ്മൾ അത് അതിന്റെ രീതിയിൽ തന്നെ മാറണം. അത്രേ ഉള്ളൂ. ഈ സംഭവം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ, നമുക്ക് ആ രീതിയിൽ നമ്മളൊരു ഗ്രൗണ്ടും പ്ലെയറൊക്കെ വേണം. അതൊക്കെ അവിടെ പോകുമ്പോഴേ ഉള്ളൂ. മാറണം സംഭവം. പാട്ടൊക്കെ നമ്മൾ പാടിത്തരാം. പാട്ട് പാട്ട് പോലല്ലേ രസിക്കുന്നില്ല. പഴയ ആൾക്കാരായിട്ട് പാട്ടൊന്നും ഇഷ്ടപ്പെടില്ല. വേറൊരു പാട്ട് ഞാൻ പ്ലേ തരാം. അത് കിഴുകറി. ചക്കനും പെണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം. ചങ്കു കൊടുക്കും ചങ്കുകളെല്ലാം മാർക്ക് വിളിച്ച് കൂടണ കല്യാണം. അതെ RTPCR വരും. എന്താണ് ഇത്? ഇത് ട്രെയിനിനകം മാന്യന്മാർ യാത്ര ചെയ്യുന്ന സ്ഥലമല്ലോ. സാറേ വന്നപ്പം പോലും തുടങ്ങിയ സാർ ഉപദ്രവം. സീറ്റ് നമ്പർ പറ. സീറ്റ് നമ്പർ 994718 വേണം. തന്റെ മൊബൈൽ നമ്പർ അല്ല, തന്റെ സീറ്റ് നമ്പർ പറയാൻ. സീറ്റ് നമ്പർ ഒന്നുമില്ല. ഇത് എന്തുവാണോ ഈ കാണിച്ചത്? ഇറങ്ങണോ? ലോക്കൽ ഡൽഹി. സോറി സാർ, ഇങ്ങനെ കുറച്ച് പ്രശ്നമാണ്. സാർ എങ്ങോട്ടാ? ഞാൻ സുപ്രീം കോടതി ഡൽഹി. ഓക്കെ, സാറിന്റെ ടിക്കറ്റ് ഒന്ന് കാണിക്കോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ അച്ഛനാണോ ഇതിനകത്ത് ലോക്കോ പൈലറ്റ്? അതെന്താ സാറേ? നേരത്തെ അങ്ങോട്ട് കൊണ്ട് പോയവരൊക്കെ നിങ്ങളുടെ മുഖമാണ്. സാറിന്റെ ടിക്കറ്റ് ഒന്ന് കാണിക്കോ? സാറേ ഇത് മൊബൈല് ടിക്കറ്റ് ഫേസ് ആപ്പാണ്. ഫേസ് ആപ്പ് സെറ്റ് ചെയ്യാൻ. സാറേ ഇത് എറണാകുളം വരെ ഉള്ളൂ. എറണാകുളത്ത് ഹൈക്കോടതി ഇല്ലേ? ഡൽഹിയിലല്ലേ സുപ്രീം കോടതി? എറണാകുളത്ത് ഹൈക്കോടതി ഉണ്ടല്ലോ. ഞാൻ എറണാകുളത്ത് ഹൈക്കോടതിയിൽ എനിക്കൊരു കേസുണ്ട്. ഞാൻ ആ കേസ് വാദിച്ചിട്ട് സ്വന്തമായി ഞാൻ അങ്ങ് തോക്കും. എന്നിട്ട് ഞാൻ തന്നെ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കും. എന്നിട്ട് ആ കേസ് ഞാൻ വാദിച്ച് ജയിച്ച് അവരെ പുറത്തിറക്കും. അതല്ലേ കട്ട ഹീറോയിസം. നടക്കട്ടെ, നന്നായിട്ട്. താങ്ക് യു. എന്റെ ലാപ്ടോപ്പ് കണ്ടില്ല. അയ്യോ, എന്റെ സുപ്രീം കോടതി എവിഡൻസ് എന്നെ തൂക്കിക്കൊല്ലേ ഉള്ളൂ. എന്റെ ജോലിയും പോവല്ലോ. അവസ്ഥ ഞാൻ എന്ത് ചെയ്യും? ജീവിക്കാനൊരു വഴിയില്ലല്ല. അമ്പിളിക്കുട്ടൻ അങ്ങനെ ആരും വന്നിരുന്നില്ല. ഓക്കെ, ഹലോ, അമൃത TV അല്ലേ? നേരത്തെ അനൂപ് ജയമന്തിര സാറിന്റെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് തരാമോ? വേറൊന്നുമില്ല, കിട്ടികൾക്ക് എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കാൻ. ഓക്കെ, താങ്ക് യു.